പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ആണെങ്കിൽ കമലിനോട് പറയുന്നുണ്ടായിരുന്നു, മനു അലീനയും തമ്മിൽ സ്നേഹത്തിലാണോ എന്നൊരു സംശയമുണ്ട്, ഞാൻ നേരത്തെയും കമലേട്ടത്തിക്ക് ഒരു സൂചന തന്നതാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എന്തോന്ന് സ്നേഹം, അവൻ അങ്ങനെയൊന്നുമില്ല, അവനാണല്ലോ അലീനേനെ കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുകയാണ് അവൻ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും വീട്ടുവേലക്കാരീനെ ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താ ഇത്ര ബുദ്ധിയില്ലേ, പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് വൈജയന്തി പറയും. കിച്ചൺ സ്ലാബും ചാരി നിന്നവളെ അല്ലെങ്കിൽ ചെറുക്കനെയും കൊണ്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതിലൊക്കെയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിയുടെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞ് കമലേനോട് അമ്മയാണെന്ന് പറഞ്ഞ് കോൾ എടുക്കും കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ വൈജയനോട് ചോദിക്കുന്നത് എവിടെയാണെന്നാണ് കേട്ടോ. അപ്പോൾ വൈജയ അതിന് തർക്കുത്തര പറയുന്നത്, ഞാൻ എവിടെ ആയാലും എന്താ, അമ്മ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്, അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നീ അങ്ങനെ എല്ലാം ഒഴിഞ്ഞു പോയതാണോ, അപ്പോൾ നിൻ്റെ 3 മക്കൾ ഇവിടെ ഉണ്ട്, അപ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ 3 മക്കളും അവരുടെ കാര്യം നോക്കാനായിട്ടുള്ളവർ തന്നെയാണ്, അതുകൊണ്ട് അവരെ ആരും എടുത്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്നാട്ടാണ് പറയുന്നത്. അപ്പം നീ എല്ലാം അങ്ങ് ഒഴിഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയൊന്നുമില്ല, അങ്ങനെ അത് ആഗ്രഹിക്കുന്ന പലരും അവിടെ ഉണ്ട്, എന്തായാലും അതിന് വൈജയന്തി ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ അവിടുന്ന് വേഗം പോന്നോ, കമല അടിച്ചിറക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി ആണെങ്കിലും കമലേനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കമലേനോട് പറയുകയാണ്, എനിക്ക് 3 ആങ്ങളമാരുണ്ട്, അവരുണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്, അപ്പോൾ അതുപോലെ തന്നെ ശിവേട്ടനെയും ഒക്കെ വിളിച്ചു വരുത്തണം ബാലേന്ദ്രനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പണൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റും പിടിച്ച് വരുന്നതാണോ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ഇന്നിങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശിവേട്ടൻ മാത്രം പോരാ, രാജീവനെയും അതുപോലെ രാവുണ്ണിയമ്മാമ്മേൻ്റെ 2 മക്കളെയൊക്കെ വിളിക്കണം എന്നാണ് പറയുന്നത്. ഒരു 4-5 ആണുങ്ങൾ ചെന്ന് നിന്ന് ബാലേന്ദ്രനോട് നേരിട്ട് ചോദിക്കണം, അപ്പോഴേ ബാലേന്ദ്രൻ ഒന്ന് അടങ്ങുള്ളൂ, അപ്പോഴേ ഒരു പേടി ഉണ്ടാവുള്ളൂ എന്നൊക്കെയാട്ടോ പറയുന്നത്. അവരൊക്കെ അബ്രോഡല്ലേ കിടക്കുന്നത്, അപ്പോൾ അവരൊക്കെ ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റും പിടിച്ച് വരുന്നതാണോ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഒരു മരണം ഉണ്ടായാൽ പോലും വരാൻ മടിക്കുന്നവരാണ് അവരൊക്കെ എന്നിങ്ങനെ പറയും. അപ്പോൾ 3 ആങ്ങളമാരുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കമല പറയാണ്, എൻ്റെ ആങ്ങളമാരിങ്ങനെയൊന്നുമല്ല, ശിവേട്ടൻ എന്നെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശിവേട്ടനെ അവരെ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയും മുത്തശ്ശിയും സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, അവളെവിടേക്കും പോയിട്ടില്ല, അവൾ കൊല്ലപ്പള്ളിയിലുണ്ട്, കമല അടിച്ചിറക്കുന്നതിന് മുന്നേ തന്നെ അവൾ ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മുത്തശ്ശി ചോദിക്കുകയാണ്, ബാലേന്ദ്രനും വൈജിയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു വഴിയെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, മാഡം എല്ലാ അഴുതും വെച്ച് കീഴടങ്ങി സമസ്ത അപരാധം ഏറ്റു പറയുക, അത്രേ അതിന് പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊന്നും ഒരിക്കലും അവൾ ഇങ്ങനെ പറയില്ല, അവൾ ബാലേന്ദ്രൻ്റെ മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ല എന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, ഈ മക്കളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണല്ലോ ഇത്, ബബിതയാണെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുരുക്കിൽ ചെന്ന് ചാടും, രോഹിത്തും അങ്ങനെ തന്നെയാണ്, ഇനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും ചിലപ്പോൾ മാഡത്തിനും സാറിനും പറ്റില്ല, അപ്പം നിങ്ങൾ അത്ര നല്ലവരാണോ എന്നൊക്കെ ആയിരിക്കും മക്കൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതും കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും, അച്ഛനും അമ്മയും അല്ലേ അവർക്ക് ഇങ്ങനെ റോൾ മോഡൽ ആവേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനല്ല ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വെറും കാഴ്ചക്കാരി മാത്രമാണ്, മേഡാണ് ആദ്യം കുട്ടികളുടെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, അത് കഴിഞ്ഞ് സാറും പിന്നെ മറ്റു കുടുംബാംഗങ്ങളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീനയോട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ആര് വൈജയനോട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇതാക്കാനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെയാണ് മുത്തശ്ശി മറുപടി അലീനയ്ക്ക് കൊടുക്കുന്നത്. വൈജയന്തി തിരിച്ചു വന്നിട്ടില്ലല്ലോ, അപ്പോൾ ആ കാര്യം അലീന പറയുന്ന സമയത്ത് മുത്തശ്ശീനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അവളിങ്ങനെ കമല അടിച്ച് പുറത്താക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് വന്നോളും, അല്ലെങ്കിൽ അവളെ അവിടെ നിന്ന് ഉറപ്പായിട്ടും കമല അടിച്ച് പുറത്താക്കും. സത്യം പറഞ്ഞാൽ കമലയ്ക്ക് ഇങ്ങനെ വൈജയനെ ഇഷ്ടമല്ല, വൈജയ്ക്ക് കമലേനെ ഇഷ്ടമല്ല, അത് 2 പേർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ പറയുമ്പോൾ അലീനയും അത് പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ന്. പിന്നീട് രാത്രിയാണ്, അപ്പോൾ വൈജയന്തി അന്ന് കൊല്ലപ്പള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കമലയാണെങ്കിൽ ഇങ്ങനെ ഹോം നേഴ്സിനെ കൊടുക്കുന്ന ഏജൻസിക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോം നേഴ്സ് അവിടെ റെഡിയാണ്, നിങ്ങൾ അഡ്വാൻസും തന്ന് ആളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈജയന്തി കമലയാണ് കേട്ടോ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അഡ്വാൻസും കൊടുത്ത ആളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി. അപ്പോൾ എന്തായാലും വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ചെറുപ്പക്കാരി ഒന്നും അല്ലല്ലോ എന്ന്, അങ്ങനെ ചെറുപ്പക്കാരിയാണോ എന്നൊക്കെ നോക്കി ഇന്നിങ്ങനെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ ആളെ, അതുകൊണ്ട് കിട്ടിയൊരെണ്ണം മതി എന്നൊക്കെയാണ് കമല പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ,
അലീനേനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതിയിട്ട് വൈജയന്തിക്ക്. അപ്പോൾ വൈജയന്തി അതങ്ങ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രന് ഇഷ്ടമാവോ ഇനിയിപ്പോൾ നീ പുതിയ ഹോം നേഴ്സിനെ വെച്ചാലെന്ന് നോക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ ഇഷ്ടമൊന്നും ആരും നോക്കണ്ട എന്ന് പറയും കേട്ടോ. ഞാൻ എൻ്റെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഹോം നേഴ്സിനെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് കമൽ ചോദിക്കും. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അതിനല്ലേ ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ ലീവ് എടുത്തിട്ടായാലും ഞാൻ തന്നെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ കമൽ ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രന് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലല്ലോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ്റെ ഇഷ്ടക്കേടൊന്നും ഇപ്പോൾ നോക്കണ്ടെന്നൊക്കെയാണ് വൈജയന്തി മറുപടി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും മക്കളെയൊക്കെ ഇനി വൈജയന്തിയുടെ സൈഡിലേക്ക് ആക്കണം എന്നൊക്കെ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും അച്ഛൻ്റെ സൈഡാണ് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ നീ എങ്ങനെയും കരഞ്ഞ് കാലി പിടിച്ച് അവളെയും കൂടെ നിൻ്റെ സൈഡാക്കാൻ നോക്കണം, അപ്പോഴേ മക്കൾ പറഞ്ഞാലൊക്കെ ബാലേന്ദ്രൻ കേൾക്കും എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ വൈജയന്തിക്ക്. അപ്പോൾ രോഹി സംസാരിച്ചോളും ബാലേന്ദ്രനോട് എന്നൊക്കെയാണ് പറയുന്നത്. കമലി അതുതന്നെയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് മക്കളെല്ലാവരും ഇങ്ങനെ വൈജയന്തിയുടെ സൈഡാക്കിയിട്ട് ബാലേന്ദ്രനെതിരെ സംസാരിപ്പിക്കണം എന്നൊക്കെയാണ് കമലയും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരുകയാണെങ്കിൽ അലീന അവിടുന്ന് പോയിക്കോട്ടെ അമ്മയുടെ കൂടെ നിൽക്കാമെന്ന്. അപ്പോൾ അതും കമലിനോട് വൈജയന്തി പറയുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നതാണ് വൈജയന്തി. കാറിൻ്റെ കീ നോക്കുന്ന സമയത്ത് അത് അവിടെയൊന്നും കാണാനില്ല കേട്ടോ. രഞ്ജു ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ 3 പേരും കൂടെ അവിടെ കാറിൻ്റെ കീ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ വൈജയൻ്റെ കാറിൻ്റെ കീ കണ്ടോന്ന്. അപ്പോൾ ഇതല്ലേ ആ കീ എന്ന് പറഞ്ഞിട്ട് ഹരി ഇങ്ങനെ കയ്യിൽ നിന്ന് ആ കീ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ കാറും കൊണ്ട് എവിടേക്ക് പോയതാ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നുമില്ല ആൻറ്റി, ഇന്നലെ വന്ന സമയത്ത് കാറിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ കേട്ടു, അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയതാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ വെറുതെ ഇങ്ങനെ കള്ളം പറയണ്ട എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ടായിരുന്നു ഗേൾഫ്രണ്ടിനെ ഇങ്ങനെ കൊണ്ടുവിടാൻ പോയതായിരിക്കും കാറും കൊണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈജയന്തി ആണെങ്കിലും കമലേനോട് പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ പോക്ക് അത്ര ശരിയല്ല, ഇവനെ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചോണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും പറയുന്നത് രോഹിത്താണ് ഇവനിങ്ങനെ വേണ്ടാത്ത ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ കടപ്പാട്ടൂർ വന്ന് കാട്ടിയതൊക്കെ കമലേട്ടത്തിക്ക് അറിയാവുന്ന കാര്യമല്ലേ, അപ്പോൾ എന്തായാലും രോഹി ഇങ്ങോട്ട് വന്നല്ലല്ലോ ഇവനെ നശിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മൾ രണ്ടുപേരും തർക്കിച്ചിട്ട് കാര്യമില്ല, വൈജ പോകാൻ നോക്കുമെന്ന് പറയും. വൈജയന്തി ആണെങ്കിലും ഹരിനോട് പറയുന്നുണ്ടായിരുന്നു കാറിൻ്റെ കീ എടുക്കുന്ന സമയത്ത് അത് ചോദിച്ചിട്ട് എടുക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു എന്ന്. അപ്പോൾ ഹരി തിരിച്ചു പറയുന്നുണ്ടായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി തരില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നതെന്ന്. പിന്നീട് വൈജ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഹോം നേഴ്സിനെയും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. ഹോം നേഴ്സാണെങ്കിലും വീടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓ വലിയ വീടാണല്ലോ എന്ന്. അപ്പോൾ വൈജ ഇങ്ങനെ അവരോട് പറയുന്നുണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാലേ വീടിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാവുള്ളൂ, നീ കയറി വാന്ന് പറയും. അങ്ങനെ ഹോം നേഴ്സിനെയും കൊണ്ട് വൈജ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ ബബിത അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാരാന്ന്. അപ്പോൾ ഇത് പുതിയ ഹോം നേഴ്സാണ് എന്ന് പറയട്ടെ. അപ്പോൾ അലീനയെ ഒന്ന് ബബിത ചോദിക്കുമ്പോൾ അവളെ ഇന്ന് തന്നെ പറഞ്ഞു വിടുമെന്ന് പറയട്ടെ. അപ്പോൾ അച്ഛന് സമ്മതിക്കുമോ എന്ന് ബബിത ചോദിക്കുമ്പോൾ അച്ഛൻ്റെ സമ്മതമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി അകത്തേക്ക് കയറുന്നത്. പിന്നീട് ഹോം നേഴ്സിന് വീടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. കിച്ചണും ഡൈനിങ് ഹോളും എല്ലാം കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഹോം നേഴ്സ് ചോദിക്കുന്ന റൂം എവിടെയാണെന്നാണ് കേട്ടോ. അപ്പോൾ അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം നേഴ്സിനെ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 10 മണി വരെ സീരിയൽ കാണണം, സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2:30 തൊട്ട് 5 മണി വരെയും എനിക്ക് സീരിയൽ കാണണം എന്ന് പറയട്ടെ. അപ്പോൾ ജോലി എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ഹോം നേഴ്സിനോട് വൈജയന്തി ചോദിക്കുമ്പോൾ 12:30 ആകുമ്പോഴേക്കും എൻ്റെ ജോലിയെല്ലാം തീരും, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഹോം നേഴ്സ് പറയുന്നത്. പിന്നെ എന്തായാലും അമ്മേനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ വന്നോ, നീ ഇന്നലെ കൊല്ലപ്പള്ളിയിലായിരുന്നോ എന്നൊക്കെ മുത്തശ്ശി വൈജയന്തിനോട് ചോദിക്കുമ്പോൾ അതേന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഹോം നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പുതിയ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ അലീനയോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അലീന പണ്ടേ പോകാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ച് നിൽക്കുകയാണല്ലോ, ഇനി ഇവളെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിർത്തണോ, അവളെ പറഞ്ഞു വിടാം എന്ന് പറയട്ടോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇനിയിപ്പോൾ ഇവളുണ്ട് എന്നാണ് പറയുന്നത്. പുതിയ ഹോം നേഴ്സിനെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക് ജോലിയെല്ലാം ചെയ്യാനറിയോ, പ്രായമായവരെ നോക്കാനറിയോ, അതോ വെറുതെ ടിവിയും കണ്ട് മൊബൈലും നോക്കിയിരിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയും അവൾക്ക് ജോലിയെല്ലാം ചെയ്യാൻ അറിയാമെന്ന് പറയട്ടോ. ആ ഹോം നേഴ്സിൻ്റെ പേര് സുമിത്ര അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്. മുത്തശ്ശി പിന്നെ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരായിരുന്നോ എന്ന്. അപ്പോൾ വൈജയന്തി പറയും ബാലേന്ദ്രനോട് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ബാലേന്ദ്രനെ പോലെ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാനും, അപ്പോൾ ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. എന്നിട്ട് വൈജയന്തി മുത്തശ്ശിനോട് പറയുകയാണ് അമ്മ ഉണ്ണുന്നത് എൻ്റെ ചോറും അമ്മയ്ക്ക് കൂറ് എന്നിട്ട് വേറെ പലരോടുമാണ് എന്ന് പറയുമ്പോൾ
മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്റെ ചോറൊന്നല്ല ഉണ്ണുന്നത് ബാലേന്ദ്രൻ്റെ ചോറാണ് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് മുത്തശ്ശീനെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് കിട്ടുന്ന പണമെല്ലാം നീ ഇങ്ങനെ ഒന്നിനും ചിലവാക്കാതെ സമ്പാദിക്കുകയല്ലേ എന്ന് പറയും. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത് എന്നിങ്ങനെ വൈജയന്തി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അതിന് തർക്കുത്തരം എന്നോണം ഇങ്ങനെ പറയൂ കേട്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. അത് കഴിഞ്ഞ് പിന്നീട് അലീനയോട് ഇന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ എപ്പോഴേ പോകാൻ റെഡിയായിട്ട് നിൽക്കാമെന്നല്ലേ പറഞ്ഞത് എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ ഞാനിപ്പോൾ തന്നെ പോയിക്കോളാം എന്ന് അലീനയും പറയുന്നുണ്ട്. എനിക്ക് സാറിനോടൊന്നും പറയേണ്ട കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ നീ സാറിനോടൊന്നും പറയാൻ നിൽക്കണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഇവിടുന്ന് പോയി തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ ബാലേന്ദ്രൻ സാലഡ് എന്തോ എടുത്ത് കൊണ്ടുവരാൻ അലീനയോട് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കൊണ്ടുവന്നോളാം എന്ന്. അപ്പോൾ ആ സാലഡ് നീ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന പ്ലേറ്റ് എടുത്ത് നിൻ്റെ മുഖം അടിച്ച് പരത്തും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അലീനേൻ്റെ സേവനം വൈജയന്തിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇല്ല എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് മുതൽ നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം വൈജയന്തിക്ക് കൊടുത്തു പോകരുതെന്ന്. അത് കേൾക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ എനിക്കൊരു അവകാശവും ഇല്ലേന്ന്. അപ്പോൾ ബാലചന്ദ്രൻ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു ഇതുവരെ ഇല്ല എന്ന് പറയൂട്ടോ, ഇതുവരെ നിനക്കുണ്ടായിരുന്ന അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ബാലേന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിലാട്ടോ പറയുന്നത് ബാലചന്ദ്രൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്